സമയം സംഘടന തുടങ്ങിയിട്ട് കുറച്ചു നേരമായി. ഓ ഞാൻ കുറച്ച് ലേറ്റ് ആയി പോയി. ഇതിലെ കൊണശേഖരനില്ലയോ? നിങ്ങൾ ചോദിക്കുന്നൊക്കെ ഞാൻ തരാം, പക്ഷെ എനിക്ക് കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്. നീ എന്താണ് ഉദ്ദേശിക്കുന്നത് വത്സ? ഇന്ന് രാത്രി വെളി പൊടിയാ, മോളോട്ടിരിക്കട്ടോ. നീട്ടിയേ, ഇതെന്താ ചോന്നിരിക്കുന്നേ? അത് ചോരയാ. 11 ഒരുത്തനെ ഞാൻ കുത്തിയതാ. എന്ത് വർക്കിന് മുമ്പും ആദ്യം നമ്മൾ സാനിറ്റൈസ് ചെയ്യുക. കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. കുത്തിയില്ലല്ലോ, കുത്താൻ പോണല്ലേ ഉള്ളൂ. ഈ പറഞ്ഞതിന് വേറൊരർത്ഥം. ആള് തെറ്റി വിളിച്ചതാ. അയ്യോ, നിങ്ങളെ ഇനി അങ്ങനെ വിടാൻ പറ്റുന്നേ? ഫുള്ള് ക്ലീൻ ചെയ്ത് ഡീപ് ക്ലീൻ ചെയ്ത് സാനിറ്റൈസ് ചെയ്തിട്ട് മാത്രമേ നിങ്ങളെ വിടാൻ പറ്റത്തുള്ളൂ. താഴ്ത്തിക്കിട്ടുന്ന സ്വഭാവം പണ്ടേ നിന്റെ രക്തത്തിലുള്ളതാണ്. ഇവിടെ അത് കൊട്ടിക്കൊഴിക്കേണ്ട ആവശ്യമില്ല. ഉള്ള കാര്യം തുറന്ന് പറയുന്ന ആരെ പേടിക്കും. ഇങ്ങോട്ട് വരണമെന്ന് ഒട്ടും വിചാരിച്ചല്ല, നമുക്ക് എത്തേണ്ടി വന്നു. ഈ ഒരു പ്ലേസ് ഒട്ടും സേഫ് അല്ല. നിനക്ക് ഒരു കയ്യബദ്ധം നാറ്റിക്കരുത്. അതെ, വളരെ മോശമായിട്ടുള്ള ഒരു പ്ലേസ് ആണ്. പ്രത്യേകിച്ച് അവരെ ആ ഒരു സംസാരവും സ്വഭാവവും ഒന്നും ഒട്ടും നമുക്ക് അങ്ങോട്ട് യോജിക്കാൻ പറ്റാത്ത തരത്തിലുള്ള അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. പോയിട്ട് വന്നിട്ട് അപ്പൊ ഞാൻ അകത്തോട്ടൊന്ന് പോയിട്ട് വരാം കേട്ടോ. അരിക്കരത്തിരുന്ന 2000 രൂപ ഇന്ത്യടാ. അത് വെച്ചാൽ ഡീപ് ക്ലീൻ ചെയ്യാൻ വേണ്ടി ഇങ്ങോട്ട് എടുക്കുക. എന്നെ കൊല്ലാതിരിക്കാൻ പറ്റുമോ? ഇറക്കി വീടിന്റെ വാർപ്പൊക്കെ കഴിഞ്ഞപ്പോ നമ്മളോടൊന്നും പറഞ്ഞില്ലല്ലോ. ഏത്, എപ്പോ, എവിടെ? എപ്പോന്നോ? നിങ്ങളുടെ മോൻ പിന്നെ വീടിന്റെ മോളിൽ നിന്ന് വെള്ളം നനയ്ക്കുന്നതോ? ഓ, അതെന്റെ മോനെ കൊണശേരനെ പൈപ്പ് കൊണ്ട് വീടിന്റെ മോളിൽ സാനിറ്റൈസ് ചെയ്യുവോ? സാധാരണഗതി പട്ടി കൊണ്ട് സൂക്ഷിക്കുക എന്നാണ് ബോർഡ് വെക്കുന്നത്. ഇത് ഒരു പൊടിയും പ്രവേശിക്കില്ല എന്നുള്ള ബോർഡാണല്ലോ വെച്ചേക്കുന്നത്. അതെന്റെ മോനെ പൊടി കുറച്ച് പ്രശ്നം. അതുകൊണ്ട് ഈ വീട്ടിലെ മുളക് പൊടി, മഞ്ഞപ്പൊടി, അരിപ്പൊടി ഒരു പൊടികളും കയറ്റാൻ. നമ്മൾ ഈ വെളിയിൽ പോകുമ്പോൾ നമ്മൾ വെളിയിലത്തെ ഫുഡ് അധികം കഴിക്കാൻ പാടില്ല. എപ്പോഴും ഹോംലി ഫുഡാണ് നമുക്ക് സേഫ്. കാരണം വെളിയിലത്തെ ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് ഈ എന്താ പറയുക, പെട്രോളിയം പ്രോഡക്ട്സ് ഒക്കെ ആയിട്ട് മാറി എണ്ണയൊക്കെ. എവിടെയെങ്കിലും വർക്കിന് പോകുന്നതിന് മുമ്പ് കുട്ടികളെ ഇതുപോലെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ കൊച്ചിന്റെ ഫ്രണ്ടിലത്തെ ഫോട്ടോ, സൈഡിലത്തെ ഫോട്ടോ, അവിടുത്തെ ഒരു ഫോട്ടോ, എങ്ങനെയെങ്കിലും ഇവനെ ഒതുക്കിയേ. ഈ കേസിൽ നമ്മൾ ഒതുങ്ങേ ഉള്ളൂ. നമ്മൾ ചെയ്യുമ്പോൾ റെക്കോർഡിക്കലായിട്ട് സേഫ് ആയിട്ടാണ് നമ്മൾ കാര്യങ്ങൾ ചെയ്യാറ്. അതുപോലെയാണ് നമ്മുടെ വർക്കും അതുപോലെ നല്ല സേഫും സെക്യൂർ. ഇത്രയും വലിയ ഗതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവേ. അച്ചോ, ചെമ്മീനെ വളർത്തുന്ന കാര്യം നമ്മുടെ അടുത്ത് പറഞ്ഞില്ല കേട്ടോ, നമ്മളെ അറിയിച്ചില്ല ആരും. അച്ചോ, വീട്ടിലെ ഞാൻ കൂടെ വല്ലപ്പോഴേക്കും കഴുകു. നമ്മൾ സേഫ് ആയിട്ട് സിറിഞ്ച് കളക്ട് ചെയ്തിട്ട് നമ്മൾ ഇനി അത് സേഫ് ആയിട്ട് ഡിസ്പോസൽ ചെയ്യാൻ വേണ്ടി പോവാണ്. നമ്മൾ ഒഴുക്കാൻ പോകുന്നത് നമ്മുടെ ഭാരതപ്പുറയിലാണ്. ഇപ്പൊ നാട്ടിലെ കൊച്ചു പിള്ളേരെ വരെ കളിയാക്കി തുടങ്ങി. ഇനി ഒന്നുകൂടെ വയ്യ. ഇനി ഈ നശിച്ച നാട്ടിലേക്ക് ഞാൻ ഇല്ല. നീ ബാത്റൂമിൽ എന്തുകൊണ്ട് കളിക്കേ? ചേട്ടന് സാനിറ്റൈസർ ഇല്ലാതെ പറ്റത്തില്ലല്ലോ, അത് കലക്കി അങ്ങ് തന്നതാ. അപ്പൊ നല്ല ഡീപ് ക്ലീൻ ആയി കാണും ഇപ്പൊ അല്ലേ? കിട്ടിയാ? ഇല്ല, ചോദിച്ചു വാങ്ങിച്ചു. പോവാ.